ഞെട്ടുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. അതെ, ഞാനും നിങ്ങളും പത്രത്തിൽ വായിച്ചതാണ് ആശാന്റെ കാൽ തല്ലി ഓടിച്ച വാർത്ത. നിങ്ങൾ വായിച്ചില്ലേ? 12 വർഷത്തെ പഠനത്തിന് ശേഷം പടികൾ ഇറങ്ങാൻ പോയ വിദ്യാർത്ഥിയോട് അധ്യാപകൻ ചോദിച്ചു, എന്തേ നീ ഇന്ന് യൂണിഫോം ഇടാൻ? ഞാൻ ഏതാനും നാളുകൾ മാത്രമേ ഉള്ളൂ പഠനം പൂർത്തിയാക്കാൻ എന്ന് വിചാരിക്കണം. അവനുടൻ തന്നെ അധ്യാപകന്റെ മുട്ടുകാല് തല്ലി ഓടിച്ചു എന്നുള്ള വാർത്ത കേരളക്കരയിൽ ഈ അടുത്ത ദിവസങ്ങളിൽ നാം വായിച്ചതാണ്. ശോകം പറഞ്ഞു തുടങ്ങുകയാണെന്ന് വിചാരിക്കരുത്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല. ആർഷഭാരത സംസ്കാരത്തിൽ മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ പഠിപ്പിച്ച ഒരു നാട്ടിലാണ് ഇത് നടക്കുന്നതെന്ന് ഓർമ്മിക്കണം. കാലങ്ങൾക്ക് പിന്നിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ജോൺ ചാപ്റ്റർ 6 വേഴ്സസ് 70. അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ 12 പേരെ ശിഷ്യന്മാരായിട്ട് തിരഞ്ഞെടുത്തു, എന്നാൽ നിങ്ങളിൽ ഒരാൻ സത്താനാണ്. അവനിത് പറഞ്ഞത് ശിമയോൻ സ്കറിയാത്തയുടെ മകൻ യൂദാസ് സ്കറിയാത്തയെ പറ്റിയിട്ടാണ്. ചങ്കു പറിച്ചു കൊടുത്ത് കൂട്ടത്തിൽ കട്ടയ്ക്ക് നിർത്തിയിട്ടും ആ മനുഷ്യന് ഈ ഗുരുവിന്റെ മൊഴികളുടെ ആഴം മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു. തോറ്റു തുന്നം പാടിപ്പോയി എന്ന് പറയാം. സ്നേഹത്തിന്റെ അതിഭയങ്കരമായ പ്രകടനമായ ചുംബനം കൊണ്ട് അവൻ ആ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുകയാണ്. എന്തൊരു വിധി, എന്തൊരു ഫ്രോഡ് കളിയാണ് അവൻ കാണിച്ചത്. എന്നാൽ മറ്റൊരുവന്റെ കഥ കൂടി പറയാം. ജോൺ എന്നാണ് പേര്. അന്ത്യത്താഴ മൊഴികൾ ക്രിസ്തു സമ്മാനിക്കുന്ന സമയമാണ്. അവൻ അവന്റെ കാതുകൾ ക്രിസ്തുവിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ചു. എന്നിട്ട് ഇതെന്റെ ശരീരമാകുന്നു, രക്തമാകുന്നു എന്നൊക്കെ ഏറ്റവും ഹൃദയസ്പർശിയായ ആ ഭാഗം പറയുമ്പോൾ അവൻ ക്രിസ്തുവിന്റെ നെഞ്ചോട് ചാരിക്കിടന്നിട്ട് അവന്റെ ഹൃദയതാളങ്ങൾക്കൊപ്പമാണ് ആ വരികൾ കേട്ടത്. എന്നിട്ട് പിന്നീട് ക്രിസ്തുവിനെ പറ്റി അവൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ, സുവിശേഷം എഴുതിയപ്പോൾ അതിൽ ഇങ്ങനെ ആദ്യ വരികളെ തന്നെ കുറിച്ചു, ദൈവം സ്നേഹമാണ്. ചങ്ങാതി, ഇനി എന്റെ നിന്റെ ഊഴമാണ്. ചങ്കു പറിച്ചു തന്ന തമ്പുരാനെ ഒറ്റുകൊടുത്തവന്റെ കൂട്ടത്തിൽ കൂടണോ, അതോ ചങ്കോട് ചേർന്ന് കിടന്നിട്ട് അവന്റെ മൊഴികളുടെ ആഴം മനസ്സിലാക്കിയവന്റെ കൂട്ടത്തിൽ കൂടണോ? ചോയ്സ് സെക്കൻഡ് ആണെങ്കിൽ ഭയങ്കര രസമായിരിക്കും ലൈഫ്. വെറുതെ അങ്ങ് സ്നേഹിക്കുക. മണ്ണിനെ, മനുഷ്യനെ, കിളികളെ, പുഴയെ, എല്ലാത്തിനും വെറുതെ സ്നേഹിക്കുക. ലൈഫ് ഭയങ്കര രസമായിരിക്കും ചങ്ങാതി. അതൊന്ന് പ്രാക്ടിക്കലാക്കാൻ ഇന്ന് നമുക്ക് ശ്രമിക്കാം. കാണുന്നവരൊക്കെ നോക്കി വെറുതെ ഒന്ന് ചിരിക്കുക. ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ നല്ല വർത്തമാനങ്ങൾ കൊണ്ട് സന്തോഷം സൃഷ്ടിക്കുക. ഇത് മാത്രം ചെയ്യുക. സ്നേഹം, സ്നേഹം മാത്രം. ദിസ് ഇസ് RJ ഫാദർ സൈനിങ് ഓഫ്.